നാല് അരിയെടുത്ത് വെള്ളത്തിലിട്ട് തിളപ്പിക്കുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ പാടുള്ള പണിയെന്നാണ് അവളുമാരുടെ ഒരു വിചാരം. അതിനേക്കാളും പാടാണ് പിള്ളേരെ കുളിപ്പിച്ച് പൗഡർ റെഡി ചെയ്യണം. എടാ ശത്രുരാജ്യത്തൂടെ കഷ്ടപ്പെട്ട് വിമാനം പറത്തിയിട്ട് ആ കാശ് കൊണ്ടാണ് ഞാൻ ഈ പൗഡർ വാങ്ങണേന്ന് അവൾ ഓർക്കൂല. ആടിന്റെയും പശുവിന്റെയും ചവിട്ടി കിട്ടിയിട്ടാണ് ഞാനും കാശ് ഉണ്ടാക്കണമെന്ന് അവളും ആലോചിക്കൂല. എന്നിട്ട് അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് മുടിയില്ലാത്ത ആഹാരം കഴിക്കണമെന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു തെറ്റാണോ വെച്ചാ? ഒരിക്കലും അല്ല. ദൈവമേ ഇതെങ്കിലും സക്സസ് ആക്കി തരണേ. നീയും അവരുടെ സൈഡായോ? ഞാനും ഇവനോ? നീ പിന്നെ പണ്ടേ അവരുടെ സൈഡ് ആണല്ലോ. ഞാൻ അവരുടെ സൈഡാ, പക്ഷെ ഒരു ഒത്തുതീർപ്പിന് ഞാൻ റെഡിയാ. ഡേയ് ഇവിടെ വിളിച്ചോണ്ട് പടാ. എന്റെ ചേട്ടാ ഇവിടെ അവരുടെ സൈഡല്ല, നിങ്ങളുടെ സൈഡാ. അല്ല നമ്മുടെ സൈഡാ. ഞാൻ ആരുടെ സൈഡൊന്നുമല്ല. വേണേ എന്നെ ഒരു കയ്യാലെ പുറത്തെ തേങ്ങ എന്ന് വിളിക്കാം. തേങ്ങ അച്ഛാ ചേട്ടാ, നമ്മുടെ കുടുംബം എന്ത് സന്തോഷകരമായിട്ട് പോകുന്ന കുടുംബമല്ലേ? എപ്പോ നീ എന്നെ എപ്പോഴെങ്കിലും സമ്മതിച്ചിട്ടുണ്ടോ? വൈകാരി ഇതിനു വേണ്ടിയില്ലേ ഞാൻ സന്തോഷം, നമ്മുടെ കുടുംബത്തിന് സന്തോഷത്തിന് വേണ്ടിയില്ലേ ഇറങ്ങി തിരിച്ച്. എത്ര നാളെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ നീചനായിട്ട് പെരുമാറിക്കൊണ്ട് നടക്കുന്നത്. എന്റെ കുടുംബത്തിന് എനിക്ക് സന്തോഷം വേണം, അതുകൊണ്ട് ചേട്ടത്തിൽ സംസാരിക്കണം. ഞാനൊന്നും സംസാരിക്കാൻ പോണില്ല. നീ വേണേ അച്ഛനെ വിളിച്ചോണ്ട് പോകും. ഞാൻ നട്ടലില്ലാത്തവനാ. അല്ല, അച്ഛന് ക്ഷമിക്കാനുള്ള ഒരു മനസ്സുണ്ടല്ലോ. മാത്രമല്ല അച്ഛൻ്റെ പാത്രത്തിൽ മുടി വീണ് കിടന്ന സമയത്തൊക്കെ അച്ഛൻ മിണ്ടാതല്ലേ ഇരുന്നിട്ടുള്ളൂ. അപ്പൊ എനിക്ക് ലളിതയെ പേടിയാണെന്നല്ലേ നീ പറഞ്ഞതിന്റെ അർത്ഥം? എന്റെ അച്ഛാ ചുമ്മാ അലമ്പുണ്ടാക്കൽ, നിങ്ങളൂടെ അലമ്പായി കഴിഞ്ഞാൽ ഞാൻ ആകെപ്പെടും കേട്ടോ. നീ പോടാ അവിടുന്ന്. ഇവൻ മുമ്പ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വെറും മൊണ്ണയാണെന്നല്ലേ ഇവൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം? അയ്യോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. നമുക്കറിയാം ആരാണ് ഭാര്യയുടെ മുമ്പേ ചെന്ന് മുട്ടുകുത്തി നിൽക്കണെന്ന്. കാണാം. വെല്ലുവിളിച്ച് എന്തോന്ന് ഏട്ടാ, കുറച്ച് വിട്ടുവീഴ്ചയൊക്കെ ചെയ്തൂടെ? ഇത് നോക്കുന്ന എന്തുവാ? കാര്യമായിട്ട് തന്നെയല്ലേ പറഞ്ഞു, കുറച്ച് വിട്ടുവീഴ്ച ചെയ്തൂടെ അച്ഛനടുത്തൊക്കെ? എടാ പോടാ അവിടുന്ന്. ഇന്നത്തോടെ ഇങ്ങനത്തെ ഒരു കുടുംബത്തിലാണ് ജനിച്ചതെന്ന് എൻ്റെ ഫ്രണ്ട്സ് അറിയുള്ളൂ. എൻ്റെ ദൈവമേ, നിന്റെ കാര്യം തീരുമാനമായി. ഒരു ഒത്തുതീർപ്പിനല്ലേ ഞാൻ വന്നത്. ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും താല്പര്യമില്ല എനിക്ക്. പിന്നെ എനിക്ക് വിഷം വരത്തില്ലേടി. ഞാൻ എൻ്റെ കുടുംബത്തെ ഒന്നിക്കാൻ വേണ്ടിയില്ല ഞാൻ അവിടെ വന്നിരുന്നേ. എനിക്ക് നല്ല വിഷമമുണ്ട്. ഞാൻ ഇങ്ങനെയൊന്നുമല്ല, എൻ്റെ കുടുംബത്തിന് നല്ലതിന് വേണ്ടി ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളൂ. നീ ഇത് പറയുമ്പോൾ എനിക്ക് ചിരിയാ വരുന്നത്. കുടുംബത്തിൻ്റെ നല്ലത്. ഹലോ ശാരികേ, എടി ഞാൻ പറയുന്നത് നീ മനസ്സിലാക്ക്. എടി എൻ്റെ അച്ഛമ്മയാണ് സത്യം ഇന്നിവിടെ ബിരിയാണി വെച്ചിട്ടില്ല. നിങ്ങൾ 2 ദിവസം കഴിഞ്ഞിട്ട് കൂടെ ഇറങ്ങ്. എൻ്റെ പൊന്നു നീ എന്തുകൂടി നീ ബിരിയാണിയാണ് അടക്കമെന്ന്. നീ എൻ്റെ പൊന്നു മോളെ, നിനക്ക് ഈ സുമേഷ് ചേട്ടാ എത്ര ബിരിയാണി വേണേലും വാങ്ങിച്ചു തരാം. ഞാൻ പറയുന്ന കാര്യം നീ ഒന്ന് വിശ്വസിക്കുക. എടി ഇന്നിവിടെ കൺസ്ട്രക്ഷൻ വർക്ക് അടക്കുമെന്നല്ലേ ഞാൻ എൻ്റെ പറഞ്ഞു. എന്താ അതിനകത്ത് എന്തോ ചെറിയൊരു തകരമൊന്നും ഇവിടെ ഭൂമിയിൽ കൊണ്ടായിടി. ശരിക്കും സത്യം. കട്ടിയില്ല എന്തുവാ വിശക്കുന്നടാ? അയ്യോ വിശക്കുന്നെങ്കിലേ അങ്ങോട്ട് പോയി തുള്ളി ചാടിയിട്ട് അവിടെയാണ് പോയി നിൽക്കി. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ചേട്ടനെ ഒത്തുതീർപ്പാക്കാൻ. എടാ ഞാൻ അറിഞ്ഞത്. ഞാൻ വിചാരിച്ചു അവര് കുറച്ച് കഴിഞ്ഞ് വഴക്കൊക്കെ മറന്ന് അടുക്കള കയറി എന്തെങ്കിലും ഉണ്ടാക്കുമെന്ന്. എടാ അവിടെ പോയി നോക്കിയപ്പോ ആരെയും കാണാനില്ലടാ. കാണത്തില്ല. ചേട്ടന്റെ കയ്യിലിരിപ്പുണ്ടല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ. നീ വാ, നമുക്ക് അടുക്കളയിൽ പോയി എന്തെങ്കിലും ഉണ്ടാക്കാം. വാ. ഉണ്ടാക്കാനോ? വേണമെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിച്ചു കഴിക്കാം, എനിക്കൊന്നും വയ്യ. എടാ പുറത്തുനിന്ന് വെച്ചാൽ അവര് ജയിച്ചതുപോലെ ആവൂലേ. നീ വാ. പറ്റത്തില്ല, എന്നെ കൊണ്ട് വരാൻ പറ്റില്ല. നമുക്ക് അകത്ത് പോയി ഉണ്ടാക്കിയിട്ട് ഇതൊന്നും വലിയ കാര്യമല്ലെന്ന് കാണിച്ചു കൊടുക്കാം. എന്നെ കൊണ്ട് വരാൻ പറ്റത്തില്ല കേട്ടോ. ചേട്ടനത്ത് ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞത് ഇത് എങ്ങനെയും ഒന്ന് ഒതുക്കി തീർക്കാൻ. ഇന്ന് എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേരോട് വരും. അവളുമാർ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവൾ നാട്ടിൽ മൊത്തം പറഞ്ഞ് നാണക്കേടാക്കിയത്. അവളുമാരാ? എല്ലാവർക്കും അതങ്ങ് അറിഞ്ഞാൽ മതിയല്ലേ. ഇതിപ്പോ ആണായാലും പെണ്ണായാലും നാണക്കേട് എന്നാന്നോ. എടാ എന്നാ നീ നേരത്തെ പറയണ്ടായിരുന്നു ഇത്. നമുക്ക് വഴക്കൊക്കെ കുറച്ചു നേരത്തേക്ക് മാറ്റി വെക്കായിരുന്നല്ലോ. എടാ ഇത് പുറത്തുനിന്ന് ഒരാൾ വന്ന് കണ്ട നിനക്ക് മാത്രമല്ല എനിക്കും വേണ്ടി നാണക്കേടല്ലേ? നാണക്കേടാ. ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ ഒത്തീർപ്പാക്കാതല്ല. എന്ത് മക്കളെ? നമുക്ക് അമ്മയടുത്ത് പറഞ്ഞ് എല്ലാം കോംപ്രമൈസ് ആക്കിയിട്ട് ഫുഡ് ഉണ്ടാക്കി വെക്കാം കേട്ടാ. ചിറ്റപ്പന്റെ ഫ്രണ്ട്സ് വരണുണ്ടെന്ന്. ഒരു കാരണം കിട്ടാൻ കാത്തിരുന്ന അച്ഛൻ കോംപ്രമൈസ് ആകണ്ടേ? പിന്നെ ആക്കണം. ഏത് ഫ്രണ്ട്സ് ചിറ്റപ്പാ? എന്റെ ഗേൾ ഫ്രണ്ട്സ്. ഇവരെന്താടി കാല് പിടിക്കാൻ വരാതെ? വിശന്നിട്ടാണ് കണ്ണു കാണുന്നില്ല. എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എങ്ങാനും വിശന്ന് ചത്ത് കഴിഞ്ഞാൽ അമ്മയൊക്കെ എന്റെ കാര്യത്തിന് കാര്യം. ഞാനോ? അപ്പൊ നിന്റെ അച്ഛനോ? അറിഞ്ഞൂടാ. എനിക്കിപ്പോ ഫുഡ് വേണം. നമുക്കൊരു കാര്യം ചെയ്താലോ? ആരും അറിയാതെ പുറത്തുനിന്ന് ഓർഡർ ചെയ്താലോ? അത് വേണമെങ്കിൽ ചെയ്തോ. അവര് വേറെ 1 മണിക്കൂർ എടുക്കും. അത് ശരിയാ. ആര് വരെ 1 മണിക്കൂർ എടുക്കും? അതിപ്പോ ആരെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾക്ക് എന്താ വേണ്ടേ? നീ ഒന്ന് സമാധാനപ്പെട്. ഇവനെന്താ പറയണ്ടെന്ന്. എടാ പറയടാ. എൻ്റെ ചേട്ടത്തി എൻ്റെ കുറച്ചെന്ന് ഫ്രണ്ട്സ് ഇവിടെ നിന്ന് വരും. നിങ്ങൾ ഷാജഹാനും മുന്താസും എന്ന് പറഞ്ഞാൽ ഞാൻ അവരുടെ മുമ്പ് വെച്ചിരിക്കുന്നു. അവർ കയറി വരുമ്പോൾ മോന്ത വെറുതെ ഇട്ടുകൊണ്ട് നിൽക്കരുത്. വേണമെങ്കിൽ ഞാൻ കാല് പിടിക്കാം. ഒന്ന് പറഞ്ഞു പറയും പല്ലി. പല്ലി എന്ന് വിളിക്കാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പല്ലവി. അമ്മ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കും.
അയ്യോ ഞാനൊന്നും ഉണ്ടാക്കുന്നില്ല. ഞാൻ ഉണ്ടാക്കിയാലേ മുടി വീഴും. ഈ വരുന്ന അവൻ്റെ ഫ്രണ്ട്സേ പെമ്പിള്ളാരാണ്. ഇവിടെ അടിയും വഴക്കുവാണെന്ന് അറിഞ്ഞിരുന്നാൽ പുറത്തിറങ്ങി അവർ പരദൂഷണം പറഞ്ഞാൽ നാശമായി കളയും. എടാ വിളിച്ചോണ്ട് പോടങ്ങരെ. അതിനിപ്പോൾ ഞാൻ എന്തോന്ന് പറഞ്ഞു? അച്ഛല്ലേ പറഞ്ഞത് പെൺപിള്ളേർ പരദൂഷണക്കാരികളാണ്. അങ്ങനെ പറഞ്ഞല്ല, ആണുങ്ങളെക്കാളും പരദൂഷണം പറയാനുള്ള വാസന പെണ്ണുങ്ങൾക്കാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെയാണോ ഉദ്ദേശിച്ചത്? എന്നാ ഞാൻ അറിയുന്ന ഏറ്റവും വലിയ പരദൂഷണക്കാരനെ ഒരാണാ. അതാര്? ദേ നിൽക്കുന്നു. ചേട്ടത്തി രണ്ടാം സ്ഥാനം ഒരാണാ. അതാര്? നിങ്ങളുടെ അച്ഛൻ. എൻ്റെ വാങ്ങി കേട്ടാ. ആ അല്ലെങ്കിൽ കയ്യൂക്ക് കാണിക്കാനേ നിങ്ങൾക്കൊക്കെ അറിയുള്ളൂ. അല്ലാതെ സംസാരിച്ച് നിൽക്കണമെങ്കിലേ തലയ്ക്കകത്ത് ആൾതാമസം വേണം. അയ്യോ, നിങ്ങളൊക്കെ വലിയ ബുദ്ധിയുള്ള ആൾക്കാർ. റേഡിയോ കണ്ടുപിടിച്ച ആരടി? ആരാ? ആര്? പറഞ്ഞു തുടങ്ങാം അങ്ങോട്ട്. തട്ടിന്റെ പണിക്ക് വന്ന് ഷിബു. എന്റെ ചേട്ടാ ഞാൻ ഇത് പരിഹരിക്കാനല്ലേ ഇവിടെ വന്നേ. ഇവക്ക് ഭയങ്കര അഹങ്കാരം. അതൊന്നും നടക്കില്ല. ഞങ്ങൾ പെണ്ണുങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് അഹങ്കാരം. നിങ്ങൾ അത്ര വലിയ മിടുക്കന്മാരാണെങ്കിൽ എന്തിനാ വിശന്നപ്പോൾ ഇതിലേക്ക് ഇറങ്ങി വന്നേ? ഇവൻ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നേ. അല്ല, നിങ്ങളുടെ മുമ്പിൽ അടിയറ പറഞ്ഞ് കാല് പിടിക്കേണ്ട ഗതികേടൊന്നും ഉത്തമൻ വന്നിട്ടില്ല. ആ ഇല്ലെങ്കിൽ ചെല്ല്. ഡി ചെല്ല്. ഇതൊരു വല്ലാത്ത ചെയ്ത്ത. ആലോചിച്ച് നോക്കണം. നീ കണ്ട എനിക്ക് വിശക്കണ്. ഹലോ, ആ ഉത്തമൻ്റെ വീട്ടിൽ നിന്നാണേ, കമ്പൗണ്ടർ ഉത്തമൻ. അതെ, ഉച്ചയ്ക്ക് മീൻമരത്തെ കൂട്ടി ഒരു ഊണ് പാഴ്സൽ വേണമായിരുന്നു. വേണ്ട ഒന്ന് മതി. അതെ, വന്നു കഴിഞ്ഞ് ഗേറ്റിൻ്റെ അടുത്ത് എത്തിക്കഴിയുമ്പോഴേ ഫോണിലൊന്ന് വിളിച്ചാൽ മതി. ശരി. ആ ഓ എന്തൊരു വിശപ്പ്. ഹോട്ടലിലോട്ടായിരിക്കും. അല്ല, ആരും കാണാൻ ഭക്ഷണം കഴിക്കാൻ ഹോട്ടലിലോട്ടായിരിക്കുന്നു. ഇത് നിനക്കൊരു വിചാരമുണ്ട്. ഒരു നേരം ഭക്ഷണം കഴിച്ചില്ലെന്ന് വെച്ച് ഈ എക്സ് എയർ മാർഷൽ കുഞ്ഞുണ്ണി ചത്തൊന്നും പോവില്ല. നിനക്ക് തെറ്റിപ്പോയില്ലെഴുതേ. ഇവിടെ നോക്ക്, ഒരു ദിവസം മുഴുവൻ ഭക്ഷണം കഴിക്കാതെ നിന്ന് പച്ചക്കൊടി വീശിയിട്ടുള്ളവരാണ് ഈ കുഞ്ഞുണ്ണി. അന്നൊന്നും തളർന്നിട്ടില്ല, പിന്നെയാണ് ഇന്ന്. നിങ്ങളുടെ ഈ തള്ള എൻ്റെ അടുത്ത് വേണ്ട കേട്ടോ. തള്ളൊന്നും അല്ലടി, കുഞ്ഞുണ്ണി നിൽക്കുമെന്ന് പറഞ്ഞാൽ നിൽക്കും. അവിടെ ഒരു സമരം. ഈ സമരം ഇപ്പം എന്തിനു നടത്തണമെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. നിങ്ങൾക്ക് മനസ്സിലാകല. പൈലറ്റ് ആണെന്നും പറഞ്ഞോണ്ട് മനുഷ്യനെ പറ്റിച്ച് കല്യാണം കഴിച്ച് ജോലിയും കളഞ്ഞ്. ജോലിയും കളഞ്ഞ് എന്നിട്ട് ബാക്കിയോടെ പറ. എടി, നിനക്ക് ഞാൻ ചെലവിന് തരുന്നില്ലേ? എന്തെങ്കിലും ഒരു കുറവ് നിനക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ? പച്ചക്കൊടി വീശിയ കാശ് കൂടെ എന്റെ കയ്യിലോട്ട് ഞാൻ വച്ചു തന്നില്ലേ? എന്ന് വെച്ചോണ്ട് ഉപ്പുമാലെടുത്ത് തലമുടി കണ്ടെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കണോ? അല്ല, നിനക്ക് ഞാൻ ഒരു അവാർഡ് അങ്ങോട്ട് തരാം. ഇതൊന്ന് അതിനെ ഞാൻ ചോദിച്ചു, എന്തിനാ വന്നത്? ആ സുമേഷും ചേട്ടനും കൂടെ അതേ അടുക്കളയിൽ എന്തോ ഉണ്ടാക്കാൻ കയറിയിരിക്കുന്നു. അച്ഛനും ചെല്ലേ, എനിക്ക് വിശക്കുന്നു. അതിന് ഇങ്ങോട്ടങ്ങോട്ടും എന്തുണ്ടാക്കാനാ? നിന്നെക്കാളും നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ എനിക്കറിയാം. അതും ഈ ഭക്ഷണത്തിൽ ഒരു മുടി പോലും വീഴാതെ. നോക്കട്ടെ. ഇത് ഇവിടുന്ന് എന്ത് വീഴാനാ? ഉണ്ടായിട്ട് വേണ്ടേ? നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഭക്ഷണം ഉണ്ടാക്കി വെക്കുമ്പോൾ അങ്ങോട്ട് കഴിക്കാൻ പാ കേട്ടോ. എനിക്ക് നിങ്ങളുടെ ഭക്ഷണമൊന്നും വേണ്ട. അല്ല, ഇപ്പൊ ഞാൻ വിളമ്പി അങ്ങോട്ട് തന്നേക്കാം. അമ്മയ്ക്ക് വിശക്കൂലേ? ഇല്ല, എനിക്ക് വിശക്കല്ല. നീ അതൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല. എന്തോ അമ്മ, നീ അച്ഛനുണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ചാൽ മതി. ചെല്ല്. അമ്മ കൊലച്ചതി ചെയ്യല്ലേ, എനിക്ക് നല്ല വിശപ്പുണ്ട്. പ്ലീസ്. അതല്ലേ ഉള്ളൂ വിശപ്പ്. ചെല്ല്.